ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഞാനും എൻ്റെ അനിയത്തിയും താത്താൻ്റെ ഫാമിലിയും കസിനും എല്ലാവരും കൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു ഈവനിങ് റൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരുപാട് പ്രത്യേകതകളുള്ള കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെയും പച്ചപ്പ് മാത്രം, തോട്, പുഴ, പാടം, അങ്ങനെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ മാത്രം. ഇതൊരു വീടാണ് കേട്ടോ. 100 മുറികളുണ്ട് അത്ര ഈ വീടിന്. റോഡിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് ആയതുകൊണ്ട് വിശദമായിട്ടൊന്നും കാണാൻ കിട്ടിയിട്ടില്ല കേട്ടോ. ഇതാണ് ജാമിയ കോളേജ്. ഈ കോളേജിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ നേരിട്ട് ഇപ്പോഴാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. പിന്നെയും പച്ചപ്പുകളും മാത്രം, പിന്നെ എവിടെ തിരിഞ്ഞാലും ഭംഗിയുള്ള വീടുകളും മാത്രം. അങ്ങനെ കാണാൻ കാഴ്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളങ്ങനെ ഹനാൻഷാൻ്റെ പുതിയ പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് വൈബ് ആസ്വദിച്ച് അങ്ങനെ പോയി. ഇതിന് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു മല കാണുന്നില്ല, ബാക്കിൽ ആ ഒരു വ്യൂ കാണാനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇതാണ് ആമസോൺ വ്യൂ പോയിന്റ്. ഇടവണ്ണ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യൂ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതൊന്ന് കാണാനാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. താത്താൻ്റെ വീട്ടിൽ നിന്ന് കിച്ചൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയ സൈഡൊക്കെ കാണാൻ പറ്റില്ലുണ്ട് കേട്ടോ, കുറച്ച് ദൂരെയായിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥലം. ഇനി ഞാനായിട്ടൊന്നും പറഞ്ഞു കൊള്ളാക്കുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കുന്നിട്ട് അഭിപ്രായം അറിയിക്കണേ. സൈഡിൽ ഒരു ആർട്ട് കണ്ടോ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ഒട്ടക പക്ഷിയുടെയോ ഒക്കെ ഒരു രൂപമല്ലേ ഇതിന്. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ, പലഹാരങ്ങളും ചായയൊക്കെ കിട്ടുന്നത്. ഇവിടെ വന്നിരുന്നിട്ട് വൈബ് ആസ്വദിച്ച് ചായയും പലഹാരങ്ങളെല്ലാം കഴിക്കാൻ നല്ല രസമായിരിക്കും. പിന്നെ അതിൻ്റെ പരിസരത്തായിട്ട് ഐസുകണ്ടകളും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഐസ്ക്രീം വാങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ സൺസെറ്റൊക്കെ നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഓരോ സ്റ്റേജസും കറക്റ്റായിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇരിക്കാനൊക്കെ സ്പേസ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാം നമുക്ക്. ഈ കയ്യാലയിലൊന്നും കയറി ഇരിക്കരുതെന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ, അവിടെയൊക്കെ ഒരുപാട് പേര് കയറി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സൺസെറ്റൊക്കെ കണ്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ ആ ഷോപ്പിൽ നിന്ന് വാങ്ങി ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലേറ്റായിട്ടുണ്ടായതുകൊണ്ട് സ്നാക്സൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സമൂസ, പരിപ്പുവട, പഴംപൊരി, കട്ട്ലറ്റ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ബ്രെഡ് പോക്കറ്റും ഉണ്ടായിരുന്നു. പിന്നെ മുട്ട മസാലയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.